ഇനി യാതൊരു പ്രതീക്ഷയുമില്ല, അവര് തമ്മിലടിയാണ് എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ ബീഹാറിൽ നിന്നും അതുപോലെ തമ്മിലടിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കണ്ടത്. അതായത് ബീഹാറിൽ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നടന്നു, രാഹുൽ ഗാന്ധി വരുമ്പോ ദേഖോ ഷേറായ ഇതാ സിംഹം വരുന്നു എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി രാഹുൽ ഗാന്ധി വന്നു, പ്രസംഗിച്ചു, അങ്ങോട്ട് പോയി 10 മിനിറ്റിനുള്ളിൽ അടിയോടടി, ധിം ധിം ധിം. അപ്പൊ നാഷണൽ തലത്തിലും അതുപോലെ സ്റ്റേറ്റ് തലത്തിലും ഒക്കെ അടി തന്നെയാണ് മുഖ്യം എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായല്ലോ. ഒരു ഷെയറും വന്നിട്ട് കാര്യമില്ല എന്നതാണ് കാര്യം. ഇവിടെ നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകൾ വരെ നമ്മൾ കേട്ടതാണ്. എല്ലാവരും സീറ്റിനടിയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, ഒരു നേതാവ് സംസാരിക്കുമ്പോൾ ബാക്കി എല്ലാവരും തിങ്ങി മൊബൈൽ ക്യാമറകൾ പോലും വ്യാപകമായി ഈ കാലത്ത് ഇപ്പോഴും നിൽക്കുന്നത് കാണാം. എല്ലാവർക്കും സീറ്റ് വേണം, എല്ലാവർക്കും ഭരണം വേണം, അതിന് വേണ്ടിയിട്ടുള്ള സീറ്റും കാര്യങ്ങളും ഇവിടെ ഇല്ല എന്താണ്. അപ്പൊ തമ്മിലടിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെ ഇല്ലാതാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നിരാശയുണ്ട്. ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടി, പ്രതീക്ഷയായ ഒരു പാർട്ടി എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കേരളത്തിൽ തന്നെ നമ്മൾ വിചാരിച്ചതാണ് കോൺഗ്രസ് അധികാരത്തിൽ വരും, CPM ഭരണം മാറും എന്നൊക്കെ. പക്ഷെ അതിനൊക്കെ എതിർ ദിശയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ തമ്മിലടി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അഡൽട്സ് അല്ലേ, ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിന് നിങ്ങളെയൊക്കെ, ഇത്രയും പക്വതയില്ലാത്ത നിങ്ങളെയൊക്കെ എന്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന് അവർ ചിന്തിക്കില്ലേ എന്നൊരു ബോധം നിങ്ങളുടെ തലയിൽ ഒരിടത്തും പോയിട്ടില്ല.